അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. അപ്പൊ പുരുഷൻ ഈ കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട് ഈ രീതിയിലേക്ക് ഇതേതാ എന്ത് ചെയ്യും. അപ്പൊ ഈ കൺസെന്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഈ മുറിയിൽ ഇരിക്കുന്നു, അപ്പൊ നമ്മൾ ഇവിടെ ചുറ്റും പുരുഷന്മാരുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട് അവരങ്ങനെ ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഈ വിശ്വാസത്തിൽ നമ്മൾ ഒരാളുടെ മുറിയിൽ പോകുമ്പോൾ അയാൾ ആ വിശ്വാസത്തിനെ തകർത്ത് ഒരു ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ്ഡ് സെക്സ് ഉണ്ട്, മാനിപ്പുലേറ്റഡ് കൺസെന്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ കൺസെന്റ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്കുണ്ടായ ഒരു അനുഭവം അത് തുറന്നു പറയുക, ആൾക്കാരിൽ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടെങ്കിൽ തോന്നുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ പോലത്തുള്ള ആൾക്കാർക്ക് ഇതേ കണക്ക് ഭയങ്കര സപ്പോർട്ടും കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഇവർ ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ആണുങ്ങളെ അങ്ങ് കുറ്റം പറയുക, അല്ലെങ്കിൽ ഇവിടെയാണ് ആണുങ്ങൾ ഇവിടെ വരുന്നത് ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി അത്ര വിളിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാ സൈഡിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റുണ്ട്. ഒരാളതിൽ മാത്രമൊന്നുമല്ല. ഇപ്പം ഇത് പറഞ്ഞ കണക്കൊന്നുമല്ല, ഒരാളുണ്ടെങ്കിൽ ഇത് കണക്ക് റൂമിൽ വരുമ്പോൾ ആ പെൺകുട്ടിക്ക് അറിയാം എന്താണ് കാര്യം, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതല്ലാതെ ഇത് മാത്രമെന്നുള്ള രീതിയിലൊന്നും അവിടെ വരത്തില്ല. തീർച്ചയായിട്ടും രണ്ടുപേരും ഉണ്ടെങ്കിൽ വളർന്ന് വലുതേ ആളുകളാണ്, അവർക്ക് അറിയാം അവിടെ എന്തുവാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തുവാണ് ലവ് എന്നുള്ള എല്ലാ കാര്യം അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് വന്നിട്ട് ഓരോരുത്തർ ഒരു സൈഡിൽ അവർക്ക് അത് അറിയാതെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്നില്ല. രണ്ടുപേരും കൺസേണോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എന്നിട്ട് ഒരാളെ മാത്രം കുറ്റപ്പെടുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ബാക്കിയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതിലെ കാര്യം അവർ പറയുന്നതാണ്.